ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന പൊളിറ്റിക്സ് അല്ല, നാഷണൽ പൊളിറ്റിക്സും ജിയോ പൊളിറ്റിക്സും വാറും ഒന്നുമല്ല. ഒരു രസകരമായ ഒരു ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറിയാണ്. മലയാളികൾക്കൊക്കെ ഏറ്റവും പരിചിതമായ ഒരു രാജ്യമാണ്, പലരും പോയി കാണത്തില്ല, പക്ഷെ ബ്രസീലിൽ രസകരമായൊരു സംഭവമുണ്ട്. അപ്പോൾ കഴിഞ്ഞിടയ്ക്ക് അവിടെ ഡാറ്റയും ആൾക്കാരുടെ മുഴുവൻ സർവേ ഒക്കെ എടുക്കുന്ന സമയത്താണ് ഈ സംഭവങ്ങൾ നേരത്തെ അറിയാവുന്ന സംഭവം ഇത് പലതുമായിട്ട് ഈ ഒരു ഇൻസിഡൻറ്റ് ഓരോന്നായിട്ട് പുറത്തു വരുന്നത്. ബ്രസീലിൽ ഏകദേശം ടോട്ടൽ ജനസംഖ്യ എന്ന് പറയുന്നത് 22-23 കോടിയാണ്. അതിനകത്ത് 4 മുതൽ 5 കോടി ജനങ്ങളുടെയും അവരുടെ സർനെയിം എന്ന് പറയുന്നത് സിൽവയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പാടാം, പക്ഷേ ഇതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. ബ്രസീലിയൻ പ്രസിഡന്റ് ലുലു, അയാളുടെ സർനെയിം സിൽവയാണ്. ബ്രസീലിയൻ ഫുട്ബോളർ, മലയാളികൾക്ക് അറിയാത്ത പേരാണ് നെയ്മർ, അത് സിൽവയാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് തമാശ പറയുന്നുണ്ട്. ഒരു കല്ലെടുത്ത് ഒരു ആൾക്കാർ നിൽക്കുന്നൊരു കൂട്ടത്തിലോട്ട് എറിയുകയാണെങ്കിൽ 5ഓളം പേര് ആ കല്ല് തട്ടുന്നതെല്ലാം സിൽവയായിരിക്കും, എന്നിട്ടാണ് താഴെ വീഴുന്നത്. ബ്രസീലുകാരെയൊക്കെ കളിയാക്കി മറ്റുള്ളവർ പരിചയപ്പെടുമ്പോൾ ചോദിക്കാറുണ്ട്, നീയും സിൽവയാണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ആലോചിക്കാം, നമുക്ക് ഇതിനെപ്പറ്റി പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് സിൽവ എന്ന് പറഞ്ഞൊരു പേര് ബ്രസീലിലെ ആൾക്കാർക്ക് ഇത്രയും കിട്ടാനുണ്ടായ കാരണം. നിങ്ങൾക്കറിയാം, ഇത് ഏകദേശം 300ഓളം വർഷം പോർച്ചുഗൽ കോളനിയായിരുന്നു. ഈ സിൽവ എന്ന പേര് ബേസിക്കലി പോർച്ചുഗീസുകാരുടെ ഒരു സംഭവമാണ്. അപ്പോൾ അവിടെ അവരാണ് ബേസിക്കലി ഈ പേര് കൊണ്ടുവന്ന് ഈ ബ്രസീലിയൻസിന് കൊണ്ടു കൊടുക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, അതേപോലെ തന്നെ ഈ പോർച്ചുഗീസ് അവിടെ കൃഷി ചെയ്യാൻ ലേബറായിട്ടും ഈ ആഫ്രിക്കയിൽ നിന്നും മറ്റുള്ള രാജ്യത്ത് കറുത്ത വർഗ്ഗക്കാരെ കൊണ്ടുവന്നിരുന്നു. അപ്പം അവിടെ ഭയങ്കരമായിട്ട് സ്ലേവ് നടന്നൊരു സ്ഥലമാണ് ഈ ബ്രസീൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പം ഈ വരുന്ന ആൾക്കാരെ, ഈ കറുത്ത വർഗ്ഗക്കാരെ, അവരുടെ പഴയ ഐഡൻറ്റിറ്റി എല്ലാം ഇല്ലാതാക്കിയിട്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന പേര് സദ്യ, ഒന്ന് സിൽവ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒന്ന് കോസ്റ്റ കൊടുത്തിട്ടുണ്ട്, സാന്റോസ്, മറ്റു പലരുണ്ട്. പക്ഷേ ഇതാണ് 3-4 പേരുകളാണ് ഏറ്റവും ഈ കറുത്ത വർഗ്ഗക്കാർക്ക് കൊടുത്തിരിക്കുന്ന പേര്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഉണ്ടായിരിക്കുന്നത്, ഇതിന് ഡേറ്റ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ സിൽവയുടെ പേര് ഇങ്ങനെ കിടക്കുവാണ് കൂടെ. അപ്പോൾ ഇതെങ്ങനെയാണിത് സോർട്ട് ഔട്ട് ചെയ്യുന്നത്? അപ്പം അതിൻ്റെ പേരിൽ അത് അവിടെ ബ്രസീലിൽ അവിടെ ഈ നമ്മൾ ഈ പറയുന്ന പോലെ ഗവൺമെൻറ് ഈ ഇൻഫർമേഷൻ സെൻറ്ററിൽ പേര് തിരുത്താൻ വേണ്ടി, പാസ്പോർട്ടിലൊക്കെ തിരുത്താൻ വേണ്ടി ആളുകൾ വളരെ സിൽവ എങ്ങനെയെങ്കിലും തിരുത്താൻ, അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കാരണം ഇത്രയും ആൾക്കാരുടെ പേര് സിൽവ എന്ന് കയറി വരിക. അപ്പോൾ അത് ഗവൺമെൻറ് തന്നെ വലിയ കൺഫ്യൂസ്ഡ് ആയി. കാരണം അതിൻ്റെ പ്രസിഡൻറ്റിൻ്റെ പേര് സിൽവ, അവിടുത്തെ ഫുട്ബോളേഴ്സ് നിങ്ങൾ എടുക്കുക, ഇതിൻ്റെ എല്ലാ അവസാനത്തെ സർനെയിമുണ്ട്, ഇതെല്ലാം സിൽവയിലാണ് പോയി നിൽക്കുന്നത്. അപ്പോൾ ഈ കൺഫ്യൂസ്ഡ് കാരണം ബ്രസീലിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളെ ഈ ഡാറ്റ എടുക്കുന്ന സമയത്ത് അവിടെ തന്നെ വലിയ പ്രശ്നമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ സിൽവ എന്ന് പറയുന്ന അവിടെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കണോ, അഡീഷണൽ ആഡ് ചെയ്യണോ. പിന്നീട് മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് ഉണ്ട്, ഈ സിൽവ എന്ന് പറയുന്ന ആ പേരിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് ഫോറസ്റ്റ് എന്ന്, അല്ലെങ്കിൽ വുഡ്ലാൻഡ് എന്ന് പറയും. ഇതാണ് ഈ പോർച്ചുഗീസ് അർത്ഥം എന്ന് പറയുന്നത്, ഈ പേരിൻ്റെ അർത്ഥം. പിന്നെ സിൽവ പേരുള്ളവരെ പറ്റി ലോകത്ത് പറയുന്ന പാവം പിടിച്ചവരാണെന്ന്. കാരണം അവർ വലിയ പ്രശ്നത്തിനും വഴക്കിനൊന്നും പോകുന്ന കക്ഷികളൊന്നുമല്ല. പക്ഷേ ഈ പേരുകൊണ്ട്, അതായത് ഒരു രാജ്യത്ത് 22 കോടി ഉണ്ടെങ്കിൽ 4-5 കോടി പേർക്ക് സിൽവ എന്ന് പേര് വന്നു കഴിഞ്ഞാൽ എത്രമാത്രം കൺഫ്യൂസ്ഡ് ആണ് എന്നുള്ളത് ബ്രസീലിൽ ഇപ്പം നടക്കുന്ന സംഭവങ്ങളാണ് ഓരോന്ന് കാണുവാൻ സാധിക്കുന്നത്. അതായത് നമുക്കിപ്പം മലയാളികൾക്ക് ഈ പറയുന്ന ബ്രസീലിയൻ പ്ലെയേഴ്സിനെ വലിയ താല്പര്യമാണ്, ബ്രസീലിൻ്റെ പ്ലെയർ ഓഫ് ഫുട്ബോൾ അതിനോട് താല്പര്യമാണ്. പക്ഷേ ഈ പേരിൻ്റെ കൺഫ്യൂഷൻ ഇത് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അപ്പം അതുപോലെ ഇനി ഈ കറുത്ത വർഗ്ഗക്കാരെ കൊണ്ടുവന്നു, അവർക്കും ഈ പേരാ കൊണ്ട് സിൽവ. കാരണം ഇവരെ ഈ ബേസിക്കലി പോർച്ചുഗീസുകാർ വളരെ ക്രൂരമായിട്ടാണ് ഈ കറുത്ത വർഗ്ഗക്കാരോട് പെരുമാറിയത്. കാരണം അവൻ്റെ കംപ്ലീറ്റ് ഐഡൻറ്റിറ്റി മാറ്റി 3-4 പേര് കൊടുത്തു. ഇത്രയും വന്ന കറുത്ത വർഗ്ഗക്കാർക്ക് മുഴുവൻ 3-4 പേരേ ഉള്ളൂ, സിൽവ, കോസ്റ്റ അല്ലെങ്കിൽ സാന്റോസ്. അപ്പോൾ അവിടുത്തെ ക്ലബ്ബുകളുടെ പേര് നിങ്ങൾ മനസ്സിലാക്കണം. സാന്റോസ് വലിയ പ്രശസ്തമായ ഫുട്ബോൾ ക്ലബ്ബാണ്. അപ്പം ഈ പേര് കൊണ്ട്, കാരണം അർബനൈസേഷനാണ് കൂടുതലും. കാരണം ആൾക്കാർ കൂടുതൽ ഈ സാവപ്പോലുള്ള സിറ്റിയുടെ അടുത്താണ് കൂടുതൽ ഈ താമസിക്കുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പം
ഓരോ വീടുകൾ ഇന്ന സിൽവയുടെ വീട് തപ്പിപ്പോകുമ്പോൾ ഇതിന് പേരിൽ തപ്പാൻ പറ്റാത്ത സ്ഥിതിയായി മാറി. കാരണം പുതിയതായിട്ട് കാണുമ്പോഴും പരിചയപ്പെടാനൊക്കെ പോകും. കാരണം അടുത്തുള്ള എല്ലാ വീടുകളും സിൽവ 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 എന്നൊക്കെ പോവുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്ത വന്നിരുന്നു. അപ്പോൾ അവരിങ്ങനെ വീടിൻ്റെ പുറത്ത് അവരുടെ നെയിം പ്ലേറ്റ് വെച്ച സമയത്ത് ഇൻഡിവിജ്വൽ അവിടെ എല്ലാം ഏകദേശം 100 വീടിൻ്റെ പേരിൽ 65 വീടിൻ്റെ മുമ്പിൽ സിൽവയായിരിക്കുന്നത്. അപ്പോൾ ഏത് സിൽവയാണ് എങ്ങനെ കണ്ടുപിടിക്കും? ഇതൊരു വല്ലാത്തൊരു കാരണം ഇത് വീട്ടുപേരല്ല, ഒരു സർനെയിമായിട്ട് കയറി വന്നത്. പക്ഷേ ഇത് ചെയ്തത് ഈ പോർച്ചുഗീസുകാരാണ്. അപ്പം അതിൻ്റെ ഒരു പോർച്ചുഗീസുകാർ തന്നെയാണ് ബ്രസീലിൽ ഫുട്ബോൾ എന്ന് പറഞ്ഞ വലിയ സംഭവമാക്കി മാറ്റിയത്. അപ്പം ഈ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറി അല്ല, ഇതിനകത്ത് മറ്റുള്ള പൊളിറ്റിക്സ് ഒന്നുമില്ല. കാരണം എത്രമാത്രം സിൽവമാർ കൂടുന്ന അത്രമാത്രം നല്ലതാണെന്നാണ് ബ്രസീലിൻ്റെ ഒരു പഴമൊഴി എന്ന് പറയുന്നത്. അതായത് സിൽവമാരുള്ളൊരു ബ്രസീലായിരിക്കുന്ന ഫ്യൂച്ചർ എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. ഏതായാലും ബ്രസീലിനെ അട്ടറായിട്ട് കൺഫ്യൂസ്ഡ് ചെയ്തിരിക്കുകയാണ് സിൽവ എന്നുള്ള പേര്.